നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. പീറ്റർ ഹെഗ്സേത്ത്, ഡിഫൻസ് സെക്രട്ടറി ഓഫ് US, ഇന്നലെ അമേരിക്കൻ കോൺഗ്രസിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം ഇതുവരെ ഇറാനുമായുള്ള യുദ്ധത്തിൽ അവർക്ക് ചെലവായത് $37.5 ബില്യൺ. ലോക മാധ്യമങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട അമേരിക്ക സാമ്പത്തികമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നുപോയി, അമേരിക്കയുടെ പൈസ മുഴുവൻ ഈ യുദ്ധത്തിൽ കൊഴിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾക്ക് ഈ കണക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇറാൻ്റെ തടഞ്ഞു വയ്ക്കപ്പെട്ട അസറ്റ്സ് എന്ന് പറയപ്പെടുന്നത് ഏകദേശം 110 മുതൽ 140 വരെ ബില്യൺ ഡോളറാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇറാൻ്റെ തടഞ്ഞു വയ്ക്കപ്പെട്ട അസറ്റ്സിൻ്റെ 1/3 4/1 ഒക്കെ വരികയുള്ളൂ ഈ പറഞ്ഞ എമൗണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനുമായിട്ട് യുദ്ധം ചെയ്തങ്ങ് ക്ഷീണിച്ചു പോയി എന്നുള്ള കണക്കിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ഈ കണക്ക് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും 11-ാം ദിവസവും ഇറാനിൽ അമേരിക്ക ആക്രമണം തുടരുകയാണ്. അവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് കമാൻഡ് സെൻറ്റേഴ്സ്, എയർക്രാഫ്റ്റ് ഹാങ്ങേഴ്സ്, ഡ്രോൺ സ്റ്റോറേജ് സൈറ്റ്സ്, മിസൈൽ ലോഞ്ച് ഫെസിലിറ്റീസ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമായിട്ട് ഇറാൻ എടുത്തു കാണിക്കുന്നത് അവരുടെ ബുഷഹർ എന്ന് പറയുന്ന ഒരു പട്ടണം ആക്രമിച്ചു എന്നുള്ളതാണ്. ബുഷഹർ എന്നുള്ള പട്ടണം പേർഷ്യൻ ഗൾഫിൻ്റെ നോർത്തിലായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന കടലിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ടൗണിൻ്റെ പ്രത്യേകത അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ വർക്കബിളായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റ്, ഒറ്റ ഒരെണ്ണം ഇപ്പോൾ വർക്കബിളായിട്ടുള്ളൂ. 11 ന്യൂക്ലിയർ പ്ലാന്റുകളുണ്ട്, എല്ലാം അടിച്ചു പൊളിച്ചു. ഇതിൽ ഒരെണ്ണം മാത്രം ഇപ്പോൾ വർക്കബിളാണ്. ആ വർക്കബിളായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റ് നിൽക്കുന്നത് ഈ ബുഷഹർ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ ഈ ബുഷഹർ സിറ്റിയിൽ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ന്യൂക്ലിയർ പ്ലാന്റിനെ ലക്ഷ്യം വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഇറാനിൽ ഇന്നലെ പരക്ക ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ബുഷഹർ സിറ്റി മാത്രമല്ല, ഇറാനിലെ ത്രൂ ഔട്ട് ഇറാൻ, ടെഹ്റാനിൽ തലസ്ഥാനത്ത് പോലും ഉണ്ട്. അങ്ങ് നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള ടെഹ്റാനിലും ദെൻ കബുദറ ഹാങ് എന്ന് പറയുന്ന കൗണ്ടിയിലും കോനാർക്ക്, ചബഹാർ അതിങ്ങ് എക്സ്ട്രീം സൗത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. ടാബ്രിസ് എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ ഏതാണ്ട് ഇറാനിൽ പരക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണം നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിനോട് അടുത്തുള്ള റീജിയനിലാണ്. അപ്പോൾ അവിടെ ബോട്ടുകളൊക്കെ കത്തുന്നതായിട്ടുള്ള സീനുകളൊക്കെ IRGC പുറത്തു വിടുന്നുണ്ട്. അവർ പറയുന്നത് ഫിഷിംഗ് ബോട്ടുകളാണ് കത്തിക്കുന്നത്. അമേരിക്ക ഈ പേർഷ്യൻ ഗൾഫിലുള്ള ഈ ക്വാസം ഐലൻഡ് അതുപോലുള്ള ഐലൻഡുകളുടെ തീരത്തൊക്കെയുള്ള ഫിഷിംഗ് ബോട്ടുകളെയും ചെറിയ ബോട്ടുകളെയും ആക്രമിക്കുന്നു എന്നാണ് IRGC പറയുന്നത്. US പറയുന്നത് അവരെ തന്നെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. ഈ പറഞ്ഞ ബോട്ടുകളിൽ വന്നിട്ടാണ് ഇവരെ ഈ സ്ട്രൈറ്റിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്. ഫിഷിംഗ് ബോട്ടുകൾ എന്നുള്ള ഡിസ്ഗൈസിൽ കപ്പലുകളുടെ സമീപത്തേക്ക് വന്നിട്ട് ഈ തോളിൽ വെച്ച് ആക്രമിക്കാൻ പറ്റുന്ന, തോളിൽ വെച്ച് തൊടുക്കാൻ പറ്റുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് ഈ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇവരെ ആക്രമിക്കുന്നത്. അപ്പം ഫിഷിംഗ് ബോട്ടാണ് എന്ന് കരുതി അത് ആക്രമിക്കപ്പെടാതിരിക്കും എന്നുള്ള ഒരു കാമഫ്ലാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കാര്യം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോട്ടുകൾ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇവരെപ്പോഴും കരയുന്നത് കുട്ടികളെ ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിച്ചു, ഫിഷിംഗ് ബോട്ട് ആക്രമിച്ചു, ആളുകൾ വന്ന് ബസ് ആക്രമിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരത് ചെയ്യുന്നത്. പക്ഷേ ഫിഷിംഗ് ബോട്ടുകൾ ആക്രമിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടുകളെന്ന് തോന്നിക്കപ്പെടുന്ന ബോട്ടുകൾ ആക്രമിക്കാനുള്ള കാരണം ആ ബോട്ടുകൾ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ്. വളരെ താഴ്ന്ന് പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ഇതിൽ ആയുധങ്ങളുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ബോട്ടുകൾ ആക്രമിക്കുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. കൂടാതെ ഇറാനിലെ അക്രോസ് ഇറാൻ അമേരിക്ക ചില സ്ഥലങ്ങളിൽ പാലങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, റെയിൽവേ ട്രാക്കുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നില്ല, ചെയ്യുന്ന കാര്യം പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇക്കാര്യത്തിൽ വളരെ സന്തുഷ്ടരാണ്. കാരണം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് IRGC ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇവരുടെ മിസൈലുകൾ റീപ്ലനിഷ് ചെയ്യാനും ഡ്രോണുകളുടെ സംഭരണം കൂട്ടാനും ഒക്കെ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷനുള്ള വഴികളാണ് ഈ തകർക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ചലനം ഒരു 10, 20, 30 വർഷം ബാക്കോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇത്തരം ലോകവിരുദ്ധ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ താമസമാക്കിയ ഒരു രാജ്യം ആക്രമണം ഇൻവൈറ്റ് ചെയ്ത് വാങ്ങിക്കൂട്ടുമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുത. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്നലെ ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. അമേരിക്ക ഇതുവരെ അവരോട് ഇതിൽ യോജിക്കാൻ പറഞ്ഞിട്ടില്ല. അവർ വളരെ റെഡിയാണ്. ഇന്നലെയും ഇസ്രായേലിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട
ദറ്റ് അപ്പർ ബോഡി നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവരുടെ റെഡിനെസ്, യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള റെഡിനെസ് അവർ മെഷർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തങ്ങൾ ഇപ്പോൾ പോകേണ്ടതില്ല, കാരണം തങ്ങൾക്ക് ചെയ്യാവുന്നതിലും ഭംഗിയായിട്ട് US ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ IRGCയുടെ ഓരോരോ കൈകളായിട്ട് ഇറാനിൽ അമേരിക്ക 11 ദിവസമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഇപ്പോൾ ഇസ്രായേലിനുള്ള ഒരു ഡിമാൻഡ് ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു നഡാൻസ് പ്രോവിൻസിലെ നഡാൻസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ് നഡാൻസ് എന്ന് പറയുന്നത്. ആ ഫെസിലിറ്റിയോട് ചേർന്നുള്ള പിക്കാക്സ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു കുന്ന് ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ 2 പ്രധാനപ്പെട്ട ടണലുകളുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇവരുടെ സെൻട്രിഫ്യൂജും അതുപോലെ തന്നെ റിഫൈൻഡ് യുറേനിയവും എൻറിച്ച്ഡ് യുറേനിയവും മാറ്റിയിട്ടുണ്ട് എന്നാണ് മൊസാദിൻ്റെ ഒരു അസസ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ ടണലുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ ഇവരുടെ എൻറിച്ച് യുറേനിയവും അതുപോലെ സെൻട്രിഫ്യൂജിങ് ഫെസിലിറ്റി, അതായത് എൻറിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫെസിലിറ്റിയുടെ പേരാണ് സെൻട്രിഫ്യൂജിങ് ഫെസിലിറ്റി. സാധാരണ യുറേനിയം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീടിലേക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നാച്ചുറൽ ആയിട്ടുള്ള യുറേനിയത്തെ എൻറിച്ച് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ സെൻട്രിഫ്യൂജുകൾ എന്ന് പറയുന്ന വളരെ വേഗം തിരിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പിന്നീട് എൻറിച്ച് ചെയ്യുന്നത്. അങ്ങനെ 60%ലേക്ക് 90%ലേക്കൊക്കെ എത്തിച്ച് ബോംബ് ഗ്രേഡ് യുറേനിയം ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി അത്തരം സെൻട്രിഫ്യൂജുകൾ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയും ഈ പിക്കാക്സ് മൗണ്ടൻ്റെ കീഴിലുള്ള അറകളിലേക്ക് ഇവർ മാറ്റിയിരിക്കുന്നു എന്നാണ് മൊസാദിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെയും 2 ദിവസം മുന്നേയും അദ്ദേഹം പറഞ്ഞു, ഇന്ന് പ്രറ്റി സൂൺ വി വിൽ അറ്റാക്ക് ദ പിക്കാക്സ് മൗണ്ടൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പിക്കാക്സ് മൗണ്ടൻ ഉടനെ തന്നെ ആക്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ആകെ വർക്കിംഗ് ആയിട്ടുള്ള ബുഷഹാർ ന്യൂക്ലിയർ ഫെസിലിറ്റിയും കൂടാതെ പിക്കാക്സ് മൗണ്ടനും ആക്രമിക്കുന്നതോടുകൂടി ഇവരുടെ ന്യൂക്ലിയർ ആ ഒരു സംഗതിയുടെ നടുവ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒടിഞ്ഞു കിട്ടും. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ യുദ്ധത്തിൻ്റെ ഒരു സ്റ്റേജ് കടക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഭരണമാറ്റമാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിലേക്ക് നീങ്ങുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇറാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇറാനിൽ ഒന്നാം തരം തമ്മിലടി നടക്കുകയാണ്. ഖാലിബാഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് ആയിട്ടുള്ള ഹമീദ് റസായി എന്ന് പറയുന്ന ആളും തമ്മിലാണ് ഇപ്പോൾ വാക്പോര് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഖാലിബാഫാണ് ഈ നെഗോസിയേഷൻസ് നയിക്കുന്നത്. ഖാലിബാഫാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലെ പെഷേസ്കിയാനും അരാക്സിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും തീവ്രവാദമാണ് സംസാരിക്കാനുള്ള കാരണം ഈ തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാണ്. പക്ഷെ തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് ഹമീദ് റസായി പറയുന്നത് നിങ്ങൾ ഇറാന് പകരം വീട്ടാനുള്ള അവസരങ്ങൾ നശിപ്പിക്കുകയാണ്, നമ്മളുടെ ഇമാമിൻ്റെ ചോരയ്ക്ക് പകരം ചോദിച്ചാലേ നമുക്ക് അടങ്ങാൻ പറ്റുള്ളൂ, ഇല്ലാതെ നമുക്ക് അടങ്ങാൻ പറ്റില്ല. അപ്പം അതിന് പകരമായിട്ട് ഖാലിബാഫ് പറയുന്നത് ലിബറേഷൻ ഓഫ് ജെറൂസലേം ആൻഡ് ലിബറേഷൻ ഓഫ് അൽക്വൈദ എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റിവെഞ്ച് എന്ന് പറയുന്നത്. ജെറുസലേമിനെ മോചിപ്പിച്ചിട്ടേ തങ്ങൾ അടങ്ങുള്ളൂ എന്നാണ് ഖാലിബാഫ് പറയുന്നത്. ഇപ്പോൾ ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര വിദൂരമായൊരു സ്വപ്നമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇറാനിലുള്ളവർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇറാനിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറയുന്നത് നമ്മൾ ജെറുസലേം മോചിപ്പിക്കും, നമ്മൾ അൽഖൈദ മോചിപ്പിക്കും, അത് മോചിപ്പിച്ചിട്ട് മാത്രമാണ് ഈ യുദ്ധം തീരുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഹെൽമെറ്റ് വെച്ച് അടക്കാണ്, അല്ലെങ്കിൽ തലയിൽ ബോംബ് വീഴും. അപ്പോൾ ആ അവസ്ഥയിലാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ജെറുസലേം മോചിപ്പിച്ച് അടങ്ങാൻ പറ്റുള്ളൂ. ഇസ്രായേലിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ ഗാസയുടെ ഏതാണ്ട് 60%, 54% ആണ് അവർക്ക് കിട്ടിയിരുന്നത്. യെല്ലോ ലൈനൊക്കെ മാർക്ക് ചെയ്തിരുന്നു. ആ യെല്ലോ ലൈൻ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് വലിയ ഒരു ട്രഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയാണ് അതിൻ്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് പുറത്തു വരുന്നത്. എൻ്റയർ ലെങ്ത് ഓഫ് ഗാസ, ഈ ഗാസയും ഇസ്രായേലും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്ത് ഇസ്രായേൽ കുറേ ഉള്ളിലേക്ക് കയറി. അപ്പം ഗാസ തീരെ ഒതുങ്ങി. ഒരു 40% റീജിയൻ മാത്രമാണ് ഇപ്പോൾ ഈ അവിടുത്തെ പാലസ്റ്റീനിയൻസ് എന്ന് വിളിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന അതിൻ്റെ ഒരു 40% റീജിയൻ മാത്രമാണ്. 60%ഓളം ഇസ്രായേൽ അതിനെ കൈയടക്കി, ചുറ്റും ഇങ്ങനെയാണ് കൈയടക്കിയത്. അതിന് മൊത്തം ഷേപ്പ് തന്നെ ഒരു ഭാഗത്ത് കടലാണ് വരുന്നത്, പിന്നെ ബാക്കിയുള്ള ഭാഗം കര വരുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് എ ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പിനകത്ത് എല്ലാ ഭാഗത്തും ഇസ്രായേൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗാസയിൽ ഇനി ബാക്കിയുള്ള ഭാഗത്തിൻ്റെയും ഷേപ്പ് ഇത് തന്നെയാണ്, ഇങ്ങനത്തെ ഒരു യു ടൈപ്പ് ഷേപ്പാണ് ഉള്ളത്. അതിൻ്റെ ആ ഭാഗത്ത് കടലാണുള്ളത്. അപ്പം ആ ബാക്കി ഇവർ കൈയടക്കിയ ഭാഗം മുഴുവൻ വലിയ ട്രഞ്ച് എടുത്ത് ഒരു മണ്ണ് മതിലുണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് സാറ്റലൈറ്റ് പിക്ചേഴ്സിൽ ഈ അതിനകത്തുള്ള ഈ ട്രക്കുകളുടെ ഒക്കെ മൂവ്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്യാതിരിക്കാനായിരിക്കണം അവരിങ്ങനെ ഒരു മണ്ണ് കൊണ്ടുള്ള മതിൽ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയതെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അവിടേക്ക് തങ്ങൾ ഉടനെ താമസം മാറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ എക്സ്ട്രീം റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ അങ്ങോട്ട് പ്രകടനം നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പട്ടാളക്കാർ അവരെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിച്ചിട്ടില്ല, പക്ഷേ തങ്ങളവിടെ പോയി താമസിക്കുമെന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങൾ നടക്കുന്നു. കൂടാതെ വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു 90% ഏരിയയും ഇപ്പോൾ ഇസ്രായേൽ കയ്യിലാണ്. 20% ആണ് ഒഫീഷ്യലായിട്ട് പാലസ്റ്റീനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്.
അതിൽ 80% ഇസ്രായേൽ ഓൾറെഡി കൈയടക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ ഖാലിബാഫ് പറയുന്നത് താൻ പോയിട്ട് ജെറുസലം പിടിച്ചാളയും, അല്ലെങ്കിൽ അൽഖ്വയ്ദ് അലാസ്കർ മോസ്ക് മോചിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പം അദ്ദേഹം അവിടെയുള്ള ആളുകളുടെ ഒരു ബൗദ്ധിക നിലവാരത്തെ ഏകദേശം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു ഡിവൈഡാണ് കാണിക്കുന്നത്, ഇറാനിലെ നേതൃത്വത്തിനിടയിലുള്ള വലിയൊരു ഡിവൈഡാണ് കാണിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഈ വാക്പോരുകൾ, അതിനിടയിലൂടെ പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മീഡിയേഷനുള്ള ശ്രമങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഏത് നിമിഷവും മീഡിയേഷനിലേക്ക് എത്തിയേക്കാം. ട്രംപ് പറയുന്നത് എനിക്ക് മീഡിയേഷനൊന്നും താല്പര്യമില്ല, ഞാൻ തല്ലി തീർത്തോളാം എന്ന് ട്രംപ് പറയുന്നുണ്ട്. മാർക്കോ റൂബിയോ പറയുന്നത് മീഡിയേഷന് സ്പേസ് ഉണ്ട്, പക്ഷെ സീരിയസ് ആയിട്ട് വരണം, ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റണം. ഇറാനിൽ ഡീപ്പ് ഡിവൈഡ് ഉള്ളത് കൊണ്ട് തന്നെ, അവരുടെ നേതൃത്വത്തിൽ ഡീപ്പ് ഡിവൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുന്നതും പറയാത്തതുമായ കാര്യങ്ങൾ, അതിൽ എഴുതിയ കാര്യങ്ങളല്ല, എഴുതിയതിനേക്കാൾ കൂടുതൽ എഴുതാത്ത കാര്യങ്ങളാണുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളിലെ അണ്ടർസ്റ്റാൻഡിങ്സ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു എഴുത്ത് ഒരു റിട്ടേൺ അഗ്രിമെന്റ് എന്നതിനേക്കാളേറെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എഴുതിയ കാര്യം മാത്രമല്ല, എഴുതാത്ത കാര്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരോട് പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിനകത്ത് എഴുതാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നടപ്പാക്കുന്നതിൽ ഇവർക്ക് വലിയ വീഴ്ച വരുന്നു എന്നുള്ളതാണ് US പറയുന്നത്. അപ്പോൾ മറുഭാഗത്ത് തങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലാക്കിയ IRGC മറുഭാഗത്ത് ഹൂത്തികളോട് സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൂത്തികൾ സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങി കെട്ടിയ സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ കപ്പലുകളെ ഇനി റെഡ് സീയിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ്, ബാൽ മനാബ് സ്ട്രൈറ്റ് എന്ന് പറയുന്ന റെഡ് സീയിൽ നിന്ന് ഗൾഫ് ഓഫ് ഏദനിലേക്ക് കടക്കുന്ന ആ സ്ട്രൈറ്റ് തങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. അതിലെ ഇനി സൗദിയുടെ കപ്പലുകളൊന്നും പോകാൻ പറ്റില്ല എന്നൊരു പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്നതുപോലെ ഈ അറബിക്കടൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഇറാൻ്റെ ഒരു തീരം കഴിഞ്ഞാൽ ഉടനെ പേർഷ്യൻ ഗൾഫാണ് വരുന്നത്. ഗൾഫ് ഓഫ് ഒമാൻ, പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ അറേബ്യൻ സീയിലൂടെ മുൻപോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, പടിഞ്ഞാറോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്നത് ഒമാൻ കഴിഞ്ഞിട്ട് യമൻ കഴിയുമ്പോഴേക്കും ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തും. യമൻ എത്തിക്കഴിയും ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ അറേബ്യൻ സീ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്, അത് ആഫ്രിക്കയുടെ സൈഡിലേക്ക് നീണ്ടുപോകും. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ഏദനിലേക്ക് കടന്ന് അത് റെഡ് സീയിലേക്കാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് സീയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ഹോർമുസ് കടലിടുക്ക് പോലെ തന്നെ ഈ ഗൾഫ് ഓഫ് ഏദനും, ദറ്റ് മീൻസ് അറേബ്യൻ സീയിൽ നിന്നുള്ള എക്സ്റ്റൻഷനാണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് വിളിക്കുന്നത്. ഗൾഫ് ഓഫ് ഏദനും ഈ റെഡ് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ട്രാക്കുണ്ട്, അത് ഏകദേശം 30 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. അപ്പോൾ ആ ട്രാക്കിൻ്റെ പേരാണ് ബാൽ മനാബ് എന്ന് പറയുന്ന സ്ട്രൈറ്റ്. ബാൽ മനാബ് എന്നാണ് ആ സ്ട്രൈറ്റിൻ്റെ പേര്. ആ സ്ട്രൈറ്റിൻ്റെ ഒത്ത നടുക്കും ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൻ്റെ പേര് പെരിം ഐലൻഡ് എന്നാണ്. അപ്പം അത് ഈ ഹോർമുസിൽ ഇറാൻ പ്രധാനമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് ഈ ഐലൻഡ്, അവിടെയുള്ള കാഷം മുതലായ ഐലൻഡുകളൊക്കെ സ്വന്തമാക്കി അവിടെ നിന്നാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. ഇതുപോലെ തന്നെ ഈ പെരിം എന്ന് പറയുന്ന ഐലൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് ഹൂത്തികളുടെ കയ്യിലല്ല. പെരിം എന്ന് പറയുന്ന ഐലൻഡുകൾ സൗദി അറേബ്യ അടക്കമുള്ള ഫോഴ്സുകളുടെ കയ്യിലാണ്. സ്വാഭാവികമായും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ഈ ബാൽ മനാബ് എന്ന് പറയുന്ന സ്ട്രൈറ്റിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് റെഡ് സീ പിന്നെ അങ്ങോട്ട് കിടക്കുന്നത്. ഈ റെഡ് സീയുടെ തീരത്താണ് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ പോർട്ടുകളും ഉള്ളത്. ആ പോർട്ടുകളിൽ നിന്നാണ് സൗദി അറേബ്യ എണ്ണ വിൽക്കുന്നത്. അപ്പം സൗദി അറേബ്യ പ്രധാനമായിട്ട് എണ്ണ വിൽക്കുന്നത് പേർഷ്യൻ ഗൾഫിലൂടെയല്ല. പേർഷ്യൻ ഗൾഫിലും സൗദി അറേബ്യയ്ക്ക് അതിർത്തിയുണ്ട്, റെഡ് സീയിലും അതിർത്തിയുണ്ട്. ഇപ്പോൾ ഈ റെഡ് സീയിലെ അതിർത്തിയിലുള്ള പോർട്ടുകളിലൂടെയാണ്, അവിടെ സെവറൽ നമ്പർ ഓഫ് പോർട്ട്സ് ഉണ്ട്. ആ പോർട്ട്സിലൂടെയാണ് ഇവർ പ്രധാനമായിട്ടും അവരുടെ ഓയിൽ വ്യാപാരം നടത്തുന്നത്. പേർഷ്യൻ ഗൾഫിലെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒക്കെ തിരക്കാണെന്ന് നമുക്കറിയാം. അവിടെ അതിനോട് ചേർന്നിട്ടാണ് ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ ഇവർ സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സൗകര്യമായിട്ട് പോർട്ടുകൾ വെച്ച് ബിസിനസ് നടത്താം. അപ്പോൾ അവരുടെ ബിസിനസ് മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ അവർ സൗദി അറേബ്യ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ യമൻ സ്റ്റാർട്ട് ചെയ്യുന്നു. യമൻ്റെ തീരത്താണ് ഈ പറയുന്ന ബാൽ മനാബ് എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ആ കടലിടുക്കുള്ളത്. അപ്പോൾ ആ കടലിടുക്കൂടെ പാസ് ചെയ്യണം. ആ കടലിടുക്കിൽ തങ്ങൾ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞത്. അതിന് ഹൂത്തികൾ പറയുന്ന ഒരു കാരണം, അവിടുന്ന് അങ്ങോട്ട് അവരുടെ കപ്പലുകളെ ഒന്നും സൗദി അറേബ്യ കടത്തിവിടുന്നില്ല എന്നാണ്. ഈ പറയുന്ന ബാൽ മനാബിൻ്റെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് സൗദി അറേബ്യ അവരുടെ കപ്പലുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 300ഓളം കപ്പലുകളെ ബ്ലോക്ക് ചെയ്തു. തങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, തങ്ങൾക്ക് ഫ്യൂവൽ കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല. ഇത് മുഴുവൻ സൗദി ബ്ലോക്ക് ചെയ്തതാണ് അവരതിന് കാരണമായിട്ട് പറയുന്നത്. ഇറാൻ അവരോട് ആഹ്വാനം ചെയ്തെങ്കിലും ഇറാൻ്റെ ആഹ്വാനപ്രകാരമാണ് തങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് സൗദി ആയിട്ടുള്ള തങ്ങളുടെ വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. കൂടാതെ ഈ ബാൽ മനാബ് എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റിലൂടെ കടന്നിട്ട് വേണം റെഡ് സീയിലൂടെ ചെന്നിട്ട് ഇനി ഇസ്രായേലിൻ്റെ അഖാബ എന്ന് പറയുന്ന ഉൾക്കടലിലേക്ക് പ്രവേശിക്കാൻ. റെഡ് സീയിൽ നിന്ന് ഗൾഫ് ഓഫ് അഖാബ എന്ന് പറയുന്ന ഉൾക്കടലിലൂടെയാണ് റെഡ് സീ ഇസ്രായേലിലേക്ക് എത്തുന്നത്.
ഇനി ഗൾഫ് ഓഫ് സുയസ് എന്ന് പറയുന്നതിലൂടെയാണ് ഈജിപ്തിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതും അതാണ് പിന്നീട് സുയസ് കനാലിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ലോക വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 80% കൈകാര്യം ചെയ്യുന്നത് സുയസ് കനാലിലൂടെയുള്ള മൂവ്മെൻ്റ് ആണ്. സുയസ് കനാലിലൂടെയാണ് മെഡിറ്ററേനിയനിലേക്ക് പ്രവേശിക്കുന്നത്. മെഡിറ്ററേനിയൻ സീയിൽ പ്രവേശിച്ചിട്ടാണ് പിന്നീട് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ടാണ് US പോകുന്നത്. മെഡിറ്ററേനിയൻ തീരത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും മെഡിറ്ററേനിയൻ സീയുടെ വക്കിലാണ് വരിക. ഈ മെഡിറ്ററേനിയൻ സീയിലേക്ക് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള ഗേറ്റാണ് സുയസ് കനാൽ എന്ന് പറയുന്നത്. ഈ സുയസ് കനാലിലേക്ക് പ്രവേശിക്കുന്നത് റെഡ് സീയിലൂടെ പ്രവേശിച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന ബാൽ മനാബ് എന്ന് പറയുന്ന ദാറ്റ് ബോട്ടിൽ നെക്ക്, ആ ബോട്ടിൽ നെക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സുയസ് കനാൽ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ലോക വ്യാപാരം മൊത്തമായിട്ട് നിന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരും. അപ്പം അതിലേക്കൊന്നും എത്തിക്കാൻ പറ്റില്ല. അപ്പം ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം വി വിൽ ടേക്ക് കെയർ ഓഫ്. ഈ ഹൂത്തികൾ അവിടെ ആക്രമണം നടത്തുകയാണെങ്കിൽ, സൗദിയുടെ ഏതെങ്കിലും കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുകയാണെങ്കിൽ വി വിൽ ടേക്ക് കെയർ ഓഫ് എന്നൊരു വാക്കാണ് ഇതിനകത്ത് ട്രംപ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കൊള്ളാം, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു പ്രോമിസ്. നമുക്കറിയാവുന്നതുപോലെ ഹൂത്തികളെ US നല്ലതുപോലെ അടിച്ച് തളർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹൂതികൾക്ക് ഇപ്പോഴും പത്തി പോക്കാനുള്ള ശേഷി ഇല്ല എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇതുപോലെ അടി കിട്ടി ഇറാൻ കിടക്കുമ്പോഴും ഇറാൻ്റെ IRGCയുടെ ഒരു ആഹ്വാനത്തോട് ആ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കാൻ ഹൂതികൾക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റത് ഇറാൻ എന്തെങ്കിലും ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ തുടങ്ങി വെക്കുമായിരുന്നു. എന്നിട്ട് എല്ലാ ദിവസവും ഒരു ടെലിവിഷനിലൊക്കെ വന്നിട്ട് ഒരു പട്ടാളക്കാരുടെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ഭയങ്കര പ്രചരണമൊക്കെ നടത്തുമായിരുന്നു. ഇപ്പം അമ്മാതിരിയുള്ള സംഗതി ഒന്നും കാണാനില്ല. അപ്പം അധികം നടുവ് പൊങ്ങാത്തൊരവസ്ഥയിലാണ് ഇവരെന്ന് വേണം വിചാരിക്കാൻ. മാത്രമല്ല ഈ സീല്, ഈ റെഡ് സീൽ മാത്രമേ ഇവർക്ക് നിയന്ത്രണമുള്ളൂ. ഈ ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന ഭാഗം അത് ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, ഹൂതികളുടെ ഭാഗമല്ല. നമുക്കറിയാവുന്ന പോലെ യമൻ ഹൂതികൾ വിപ്ലവം നടത്തി അതിൻ്റെ വടക്കൻ പ്രദേശം അവർ പിടിച്ചടക്കുകയും അതിൻ്റെ തെക്കൻ പ്രദേശം പൂർണ്ണമായിട്ടും ഒഫീഷ്യൽ ഗവൺമെൻറ് കീഴിലാണ്. അപ്പം ഒഫീഷ്യൽ ഗവൺമെൻറ് പരിധിയിലാണ് ഈ ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന മൊത്തം സ്ഥലം വരുന്നത്. റെഡ് സീയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഹൂതികളുടെ നിയന്ത്രണമുള്ള സനാ പോർട്ട് അടക്കമുള്ള സ്ഥലങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. അപ്പോൾ അവിടെ ചെയ്യുന്നതിൽ തന്നെ അവർക്കിപ്പോൾ ശേഷിയില്ലാത്ത ഒരു മട്ടിലാണ് അവരുടെ പ്രകടനത്തിൽ നമ്മൾ മനസ്സിലാവുന്നത്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ ഇസ്രായേലിന് നേരെ തിരിയാൻ ശ്രമിച്ചിട്ടില്ല. ഇസ്രായേൽ ഹെസ്ബുള്ളയെ അടപടലം അടിച്ചിട്ടും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാവുന്നില്ല. ഹമാസിനെ ചവിട്ടി തേച്ചിട്ടും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുന്നില്ല. അപ്പോൾ മുൻവർഷങ്ങൾ ഉണ്ടായിരുന്ന രീതി ഇപ്പോൾ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് കാണാനില്ല. അപ്പോൾ ഹൂതികളുടെ ശക്തിക്ക് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇതിനകത്ത് വാസ്തവത്തിൽ ഇസ്രായേൽ ചിരിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 1948 ഈ യുദ്ധം വാസ്തവത്തിൽ തുടങ്ങിയത് 1948 ഇസ്രായേൽ ജനിച്ച ദിവസമാണ്. ഇസ്രായേൽ ജനിച്ച ദിവസം ഇസ്രായേലിൽ ഈജിപ്തും ജോർദാനും സിറിയയും അവരുടെ കൂടെ ലെബനോൺ അത്ര ശക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഈജിപ്ത്, ജോർദാൻ, സിറിയ ഈ 3 രാജ്യങ്ങളാണ് ലെബനോണോടെ കൂടെ കൂടി ഇവർ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ ഫോം ചെയ്ത ദിവസം അന്ന് തുടങ്ങി യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. അവിടെയാണ് അത് തുടങ്ങുന്നത്. അന്ന് ഇവർ അടിച്ചു തുടങ്ങിയപ്പം ഈ പറഞ്ഞ ടീമിനെ ഈജിപ്ത് അന്ന് ഭയങ്കര ലോകശക്തികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു രാജ്യമാണ്. അന്നത്തെ ഈജിപ്ത് അല്ല ഇന്നത്തെ ഈജിപ്ത്. അന്നത്തെ ഈജിപ്ത് ഇസ്രായേലിൽ നിന്ന് അടി വാങ്ങി ഈ കോലത്തിലായിപ്പോയതാണ്. അപ്പം ആ ഈജിപ്തിനെ സഹായിക്കാൻ വേണ്ടി അന്ന് 2 കൈ നീട്ടി ചാടി വീണ രാജ്യങ്ങളാണ് ഇറാഖ്, സൗദി അറേബ്യ, ഒമാൻ, യമൻ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ധാരാളം പോരാളികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ജോർദാനിൽ എത്തിച്ചേർന്നിരുന്നു. അവരെ കൂടെ ചേർന്നിട്ടാണ് യുദ്ധം നടത്തി 1.5 വർഷത്തെ യുദ്ധത്തിനൊടുവിൽ അന്തസ്സായ പരാജയവും വാങ്ങി അവർ തിരിച്ചു പോയത്. അപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു യുദ്ധം അതിനുശേഷമാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, നമുക്കറിയാവുന്ന ഈ ഓയിലിൻ്റെ പണമൊക്കെ വന്നു തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഒരു 1960-കൾക്ക് ശേഷം 70-കളോടുകൂടിയാണ് ഓയിൽ പതുക്കെ കത്താൻ തുടങ്ങിയത്. അങ്ങനെയാണ് മറ്റ് അറബ് രാജ്യങ്ങൾ സമ്പന്നമാവുകയും അവർക്ക് ശബ്ദമുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളൊക്കെ പിന്നീട് വലിയ റിച്ചായിട്ടുള്ള രാജ്യങ്ങളായി മാറുന്നത്, വലിയ വോയിസ് ഉള്ള രാജ്യങ്ങളായി മാറുന്നത്. ഇതിൽ ബഹ്റൈനും ഓഫ് കോഴ്സ് UAEയും ഒക്കെ ഇസ്രായേലുമായിട്ട് ചങ്ങാത്തത്തിലാണ്. അവർ ഓൾറെഡി അബ്രഹാം അക്കോർഡ്സൊക്കെ ഒപ്പിട്ട രാജ്യങ്ങളാണ്, അവരോട് കൂട്ടാണ്. ഇവരോട് ഏറ്റവും വലിയ വിരോധം സൂക്ഷിക്കുന്നത് കുവൈറ്റ് ആണ്. ഖത്തർ ഇടയിൽ കളിക്കുന്നുണ്ട്, അടിയിൽ കൂടെ തുരങ്കം വയ്ക്കും, പിന്നെ മുകളിൽ കൂടെ ചിരിച്ച് കാണിക്കും. അങ്ങനെയാണ് ഖത്തറിൻ്റെ ഒരു അവസ്ഥ. കുവൈറ്റാണ് കട്ടയ്ക്ക് വാശി പിടിച്ച് നിൽക്കുന്ന രാജ്യം. അവർ അവിടെ ഇസ്രായേലിൽ നിന്നൊരു വാക്ക് ഉച്ചരിക്കാൻ അനുവദിക്കുകയില്ല, ഇസ്രായേലിൽ നിന്ന് ഒരു പ്രോഡക്റ്റോട് വിൽക്കാൻ സമ്മതിക്കുകയില്ല, ഇസ്രായേലിലേക്ക് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കുകയില്ല. അത്തരത്തിലുള്ള രാജ്യമാണ് കുവൈറ്റ്. അവരാണ് ഇപ്പോൾ ഇറാൻ്റെ നിന്നുള്ള അടി മുഴുവൻ വാങ്ങിക്കിട്ടുന്നത്. അപ്പം അമേരിക്കയോടുള്ള ദേഷ്യം മുഴുവൻ ഇറാൻ തീർക്കുന്നത് കുവൈറ്റിനെ ആക്രമിച്ചുകൊണ്ടാണ്. കുവൈറ്റിലെ സലൈൻ പ്ലാന്റുകൾക്ക്, ഡീസാലിനേഷൻ പ്ലാന്റുകൾക്ക് ഇന്നലെയും അടി കിട്ടിയിട്ടുണ്ടെന്നാണ് കുവൈറ്റ് പറയുന്നത്. കുവൈറ്റിലവിടെ ഇലക്ട്രിസിറ്റി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ്. അവിടുത്തെ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് മുഴുവൻ ഇറാൻ തല്ലി തകർത്തു. അപ്പോൾ ഇറാൻ പറയുന്നത് തങ്ങൾ അമേരിക്കയുടെ
അവിടെയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനാണ് ആക്രമിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അടി കൊള്ളുന്നത് മുഴുവൻ ഇവരുടെ ഡീസാലിനേഷൻ പ്ലാന്റുകൾക്കും പവർ സ്റ്റേഷനിലുമാണ്. അവർ ലക്ഷ്യം വെക്കുന്നതാണോ ഉന്നം തെറ്റി വീഴുന്നതാണോ എന്തായാലും കാര്യം എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആഞ്ഞ് മുഖം പൊത്തി പിടിച്ച് ചിരിക്കുകയാണ്. അവനിട്ട് കിട്ടുന്നതൊക്കെ കിട്ടുന്നുണ്ട്, തങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തങ്ങൾ ചെയ്യേണ്ട പണിയെല്ലാം ഇറാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇപ്പോഴുള്ള വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അവർക്ക് ഇതിനകത്ത് കൈ കെട്ടി നോക്കിയെന്നാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേൽ ലെബനോണിലുള്ള അവരുടെ ആക്രമണം നിർത്തണം എന്നൊരു താല്പര്യമുണ്ട്. ഇന്നലെയും ജോസഫ് ഔണുമായിട്ട് വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ട്രംപിനെയും കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ലെബനോണിലൊരു വെടിനിർത്തലുണ്ടാക്കും. അത് മിക്കവാറും ഖാലിഫാഫിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഡിമാൻഡ് ആയിരിക്കണം. അവരെ സംബന്ധിച്ച് തീവ്രവാദികളുടെ മുൻപിൽ അവർക്ക് വെക്കാനൊരു പോയിന്റ് വേണം. അപ്പം ലെബനോണിലെ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് വെച്ചുകൊണ്ട് ഒരു ഇറാൻ അമേരിക്ക യുദ്ധത്തിനോട് വെടിനിർത്തലിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഖാലിബാഫ് അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലെബനോണിൽ ഒരു വെടിനിർത്തലിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ലെബനോണിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളൊക്കെ അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ലെബനോണിൻ്റെ ഒരു 20% ഭാഗം അവരുടെ കയ്യിലാണ്. അത് വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു പരിപാടിക്ക് വരെ നിൽക്കുകയില്ല. പക്ഷേ വെടിനിർത്തൽ വേണമെങ്കിൽ പ്രാവർത്തികമാക്കാം എന്നൊരു നിലയിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പകരമായി ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഡിമാൻഡായിട്ട് വേണം വിചാരിക്കാൻ ഈ പിക്കാക്സ് മൗണ്ടൻ ആക്രമിക്കണം, അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇല്ലാതാക്കണം. അപ്പോൾ ഈ യുദ്ധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പിക്കാക്സ് മൗണ്ടനിൽ ഒരു വളരെ ഹെവിയർ ആയിട്ടുള്ളൊരു അറ്റാക്ക് ഉണ്ടാവും. ആ അറ്റാക്ക് ഉണ്ടാകുന്നതോടെ ഇറാൻ പറയും ഞങ്ങൾ എല്ലാവരെയും ആക്രമിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചാടി വീഴും. ഇപ്പോൾ ഇപ്പോഴും ഒരു പറയുന്നുണ്ട് അവിടെ തൊട്ടാൽ ഞങ്ങൾ ഞൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കരമായിട്ട് ബഹളം കൂട്ടുന്നുണ്ട്. അവരിപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പോസിബിലിറ്റി നാളെ വേറെ 2 അറബ് രാജ്യത്തിൻ്റെ തലകളെ കൊണ്ട് അവർ ബോംബിടുമായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്ന അതിന് തിരിച്ചടിക്കും. അപ്പോൾ ഈ പറയുന്ന പിക്കാക്സ് മൗണ്ടൻ നശിപ്പിക്കുന്നതോടെ ഒരു വലിയ സമാധാന ശ്രമം ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ലെബനോണിലെ ആക്രമണം നിർത്തുകയും അതോടെ ഈ യുദ്ധം താൽക്കാലികമായിട്ട് ഒരു സ്റ്റോപ്പിലേക്ക് എത്താനുമുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസും എഴുതുക.